മാം, ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു സംഭവമാണ്. ഒരു പയ്യൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന്റെ വൈഫുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പിന് അവന് താല്പര്യമില്ല. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പുള്ളി അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് പുള്ളി ഇങ്ങനെ ഒളിഞ്ഞ് കണ്ടതിന്റെ ബേസിൽ പുള്ളിക്ക് അതിനോടൊരു അഡിക്ഷൻ ഉണ്ടായി. അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടായതിനു ശേഷം പുള്ളിക്ക് സ്വന്തമായിട്ട് വേറൊരു ലൈഫിനോട് താല്പര്യം ഇല്ല. അത് പിന്നീട് ട്രീറ്റ്മെന്റിലൂടെയൊക്കെ മാറ്റിയെടുത്തു. അവർക്കത് വൈഫുമായിട്ട് പിന്നീട് നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് കുഞ്ഞുങ്ങളെ നമ്മൾ ഏതൊരു പ്രായം മുതലാണ് ഇങ്ങനെ മാറ്റി കിടത്തേണ്ടത്? അതെ, ഇപ്പൊ ഈ പറഞ്ഞ കേസൊക്കെ നമ്മൾ പൊതുവിൽ കാണുന്ന കാര്യങ്ങളാണ്. സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ നിത്യവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നും അറിയാം നമ്മുടെ വീട്ടിലെ ഏത് പ്രായത്തിലാണ് കുട്ടികളെ മാറ്റിക്കിടത്തണം എന്നുള്ളത് മിക്ക പാരൻസിനും അറിയില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ അച്ഛൻ്റെയും അമ്മയുടെയും സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ഇന്റർകോഴ്സ് ഒക്കെ അടുത്ത് കിടക്കുന്ന കുട്ടികൾ ഉറക്കത്തിലൊക്കെ ചില കുട്ടികൾ ഉറക്കം നടിച്ചു കിടക്കുന്ന കുട്ടികളാവാം. ചില കുട്ടികൾ ഉറക്കത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഉണർന്ന് നോക്കുമ്പം ഇവർ തമ്മിലുള്ള സെക്ഷലി ബന്ധപ്പെടുന്നതൊക്കെ കാണാം. കണ്ടു കഴിയുമ്പോഴത്തേക്ക് ചില കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതാണ്. ചില കുട്ടികൾ വിചാരിക്കുന്നത് എന്താണ്, തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയെ ഉപദ്രവിക്കുകയാണ്, അതുപോലെ തന്നെ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പീഡനമാണ്, അതുപോലെ സെക്സ് സന്തോഷകരമായ കാര്യങ്ങളല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. മറ്റു കുട്ടികളാണെങ്കിൽ ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് കണ്ടാലും അവർ കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, കൗമാരത്തിലൊക്കെ ഉള്ള കുട്ടികൾ. അവർക്ക് പിന്നെ ചില കുട്ടികൾക്ക് ഇതൊരു ബിഹേവിയർ പ്രോബ്ലം ആയിട്ട് പിൻകാലത്ത് വരാം. അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, അവർക്ക് ഇതൊരു ബിഹേവിയറായി പോകുന്ന സമയത്ത് അവർക്ക് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുറച്ച് ആൾക്കാർ ഈ സെക്ഷലായിട്ടുള്ള ഇൻറ്റിമസിയും സംഭവമൊക്കെ കണ്ടിട്ട് ഇവർക്ക് സെൽഫായിട്ട് ഒരു സെക്ഷൽ ലൈഫിനോട് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന സെക്ഷൽ ആക്ടിവിറ്റീസ് കണ്ടിട്ട് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഫാൻറ്റസി രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവാം.